വെൽക്കം ബാക്ക് ടു Learning. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ സാർ. എല്ലാവർക്കും സ്വാഗതം. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് രണ്ട് ക്ലാസ് ചെയ്യാം. ഡിസിഷൻ മേക്കർ സ്റ്റേറ്റ്മെന്റ്സും ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സും. ഡിസിഷൻ മേക്കർ സ്റ്റേറ്റ്മെന്റ്സുകൾ എന്ന് വിളിക്കുമ്പോൾ ഇഫ് ഉണ്ട്, സ്വിച്ച് കേസ് ഉണ്ട്, കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉണ്ട് അല്ലേ. ഫോർ വൈൽ ഡു വൈൽ. മക്കളെ ഇതിന്റെയൊക്കെ സിന്റാക്സുകൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. സിന്റാക്സുകളാണ് ഈ ഒരു ചാപ്റ്ററിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് വിളിക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ ഇഫിന്റെ വെക്കാം. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്. നമ്മൾ ടെസ്റ്റ് എക്സ്പ്രഷൻ കണ്ടീഷൻ നമ്മൾ കൊടുക്കും. കണ്ടീഷൻ കൊടുത്തിട്ട് കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് കൺട്രോൾ നേരെ പുറത്തോട്ട് വരും. ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് കൺട്രോൾ നേരെ പുറത്തോട്ട് വരും. ഫോർ എക്സാമ്പിൾ വെക്കാം. സ്കോറിന്റെ വില 18 അതിൽ കൂടുതലോ ആണെങ്കിൽ യു ഹാവ് പാസ്റ്റ് പ്രിന്റ് ആയിട്ട് വരും. അതർവൈസ് കൺട്രോൾ നേരെ പുറത്തോട്ട് വരും. അപ്പൊ ഈ ഒരു കോഡ് സെഗ്മെന്റും ദെൻ ഈ ഒരു സിന്റാക്സും മസ്റ്റ് ആയിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കല്ല. നെക്സ്റ്റ് നോക്കാം. അതേപോലെ ഇഫ് എൽസ് നോക്കാം. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1, എൽസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2. ടെസ്റ്റ് എക്സ്പ്രഷൻ വാല്യുവേറ്റ് ചെയ്യുക, കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു വർക്കിംഗ് ആണ് ഒരു എക്സാമ്പിൾ കോഡ് ഇതേപോലെ പഠിച്ചു വെച്ചേക്കുക. സ്കോറിന്റെ വില 18 കൂടുതലാണെങ്കിൽ നമ്മളെ പാസ് പ്രിന്റ് ആയിട്ട് വരും. അല്ല 18 കൂടുതലല്ല, 18 18 കൂടുതൽ അല്ലെങ്കിൽ നമ്മളെ ഫെയിൽ ആയിട്ട് പ്രിന്റ് വരും. ഓർത്തിരിക്കുക. നെക്സ്റ്റ് നോക്കാം. എൽസിഫിൽ ആർഡർ. ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഫോൾസ് ആൻഡ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2 വരും. ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ഫോൾസ് ആണെങ്കിൽ നമ്മളെ അടുത്ത കണ്ടീഷനോട് വരും. കണ്ടീഷൻ 3 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 3 എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ 3 ഫോൾസ് നെക്സ്റ്റ് കണ്ടീഷനോട് വരും. അപ്പൊ ഈ എൽസ് ബ്ലോക്കിനുള്ള കണ്ടീഷൻസുകളെല്ലാം ഫോൾസ് ആണെങ്കിൽ നിങ്ങളാണ്. എൽസ് ബ്ലോക്കിനുള്ള കണ്ടീഷൻസുകളെല്ലാം ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് n എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് n എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ? യാ. ഓക്കെ, നെക്സ്റ്റ് ഇഫ് എന്ന് പറയുമ്പോൾ ഒരു ഇഫ് ബ്ലോക്കിനുള്ളിൽ മറ്റൊരു ഇഫ് ബ്ലോക്ക് വരുന്ന നെസ്റ്റഡ് ഇഫ് എന്ന് വിളിക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2. ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഇവാലുവേറ്റ് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ 2 വരും. ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഫോൾസ് ആണെങ്കിൽ നമ്മളാണ് ബോഡി ഓഫ് എൽസിലോട്ട് വരും അല്ലേ. ബോഡി ഓഫ് എൽസിലോട്ട് വരും. ക്ലിയർ? ബോഡി ഓഫ് എൽസിലോട്ട് വരും. ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് വെക്കാം. സ്വിച്ച് എന്ന് പറയുമ്പോൾ സ്വിച്ച് എക്സ്പ്രഷൻ കേസ് കോൺസ്റ്റന്റ് 1 സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1, കേസ് കോൺസ്റ്റന്റ് 2 സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2. അപ്പൊ എക്സ്പ്രഷനും കേസ് കോൺസ്റ്റന്റ്സോടെല്ലാം കമ്പയർ ചെയ്യുന്നതാണ്. എക്സ്പ്രഷൻസും കേസ് കോൺസ്റ്റന്റ്സോട് കമ്പയർ ചെയ്യും. അപ്പൊ അതുമായിട്ട് മാച്ച് ആയെങ്കിൽ കറസ്പോണ്ട് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പൊ എക്സ്പ്രഷൻസും കേസ് കോൺസ്റ്റന്റ്സോട് കമ്പയർ ചെയ്തിട്ട് മാച്ച് ആയില്ല എങ്കിൽ മസ്റ്റ് ആയിട്ട് ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ഇല്ലേ. ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആയിട്ട് വരും. ക്ലിയർ ആണ് നമ്മളെ? ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആയിട്ട് വരും. ക്ലിയർ? ഓക്കെ ആണോ? യെസ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ കോഡ് ആണ് ഇതേപോലെ പഠിച്ചു വെച്ചേക്കുക. പിന്നെയാണ് പഠിക്കേണ്ട ഈ പറഞ്ഞ നമ്മുടെ എന്താണ് മക്കളെ, ഈ പറഞ്ഞ നമ്മുടെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് സിന്റാക്സുകൾ പഠിച്ചിരിക്കുക. ഇനിഷ്യലൈസേഷൻ, വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്, അപ്ഡേഷൻ. ഇവിടെയാണ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ അപ്ഡേഷൻ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും കണ്ടീഷൻ ഇട്ട് വരും. ഇപ്പൊ കെയുടെ വില 1 ആണ്, 1 3 ചെറുതാണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ COT കെയുടെ വില 1 പ്രിന്റ് ആയിട്ട് വരും. ദെൻ വീണ്ടും പ്ലസ് കെ എന്ന് പറയുമ്പോൾ കെയുടെ വില 1 ഇൻക്രിമെന്റ് ആയി 2 ആയി. ദെൻ വീണ്ടും കണ്ടീഷൻ ഇട്ട് വരും. കണ്ടീഷൻ എന്താണ്? കെയുടെ വില 2 ആയി. 2 3 ചെറുതാണെങ്കിൽ വീണ്ടും COT 2 പ്രിന്റ് ആയിട്ട് വരും. അപ്പൊ 1 2 3 വരെ പ്രിന്റ് ആയിട്ട് വരും അല്ലേ. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പിന് വിളിക്കോട്ട് വരും. നെക്സ്റ്റ് ഫോർ ലൂപ്പ് എന്ന് വിളിക്കുമ്പോൾ ഫോർ ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, ബോഡി ഓഫ് ദി ലൂപ്പ്. അവിടെ വെക്കാം. ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് നമ്മൾ ഈ പറഞ്ഞ ലൂപ്പിന് വിളിക്കോട്ട് വരും. മറ്റേ സെയിം വർക്കില്ല. നെക്സ്റ്റ് വെക്കാം. അതേപോലെ നെക്സ്റ്റ് പഠിക്കേണ്ട ഡു വൈൽ ലൂപ്പ്. എന്ന് വിളിക്കും. ഈ വൈലും ഫോർ എന്ന് പറയുന്നത് എൻട്രി കണ്ട ലൂപ്പാണ്. കാരണം ഇനിഷ്യലി കണ്ടീഷൻ പിന്നെ ആയിരിക്കും ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് അല്ലേ. പക്ഷെ ഇവിടെ എന്താ മക്കളെ, ഇവിടെ ഡു വൈൽ എന്ന് വിളിക്കുമ്പോൾ എന്താണ് ഇവിടെ എന്താണ് മക്കളെ, ഇനിഷ്യലി ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് പിന്നെ ആയിരിക്കും മക്കളെ കണ്ടീഷൻ അല്ലേ. അപ്പൊ എന്താണ് ഇനിഷ്യലൈസേഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ. ക്ലിയർ? അപ്പൊ ബോഡി ഓഫ് ദി ഇവിടെ കെയുടെ വില 1 ആണ്. COT കെയുടെ വില 1 പ്രിന്റ് ആയിട്ട് വരും. ദെൻ പ്ലസ് കെ എന്ന് പറഞ്ഞാൽ കെയുടെ വില 1 ഇൻക്രിമെന്റ് 2 ആവും. ദെൻ കെയുടെ വില വീണ്ടും 2 ആയിട്ട് 2 3 ചെറുതാണ്. 2 3 ചെറുതാണെങ്കിൽ COT കെയുടെ വില 3 പ്രിന്റ് ആയിട്ട്. അങ്ങനെ ഇവിടെ വരെ 1 2 3 പ്രിന്റ് ആയിട്ട് അല്ലേ.
1, 2, 3 പ്രിന്റ് വരും. ക്ലിയർ ആണ് മക്കളെ? സെറ്റിലടാ, സെറ്റിലെ. യാ, ഓക്കെ. സെറ്റ്. അപ്പൊ ഓക്കെ, കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഈ സിന്റാക്സുകൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. സിന്റാക്സുകൾ ഒരിക്കലും മിസ്സാക്കല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിസ്സാക്കല് കേട്ടോ. യെസ്, ഓക്കെ.